ദിസ് ഈസ് ക്രിസ്മസ് മന്ത് ആകുമ്പോൾ വീട് ഡെക്കറേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് പ്ലം കേക്കാണ്. സോ ഗായ്സ്, നമുക്കിന്ന് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് മിക്സിംഗ് ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗ്രാമ്പും കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ അര കപ്പ് പഞ്ചസാര മിക്സിംഗ് ജാറിലിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റി വെച്ച ബാക്കി അര കപ്പ് പഞ്ചസാര നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. അതിനിടയിൽ ഇടയ്ക്ക് നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് മൈദപ്പൊടി, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കിത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അങ്ങനെ ഇവിടെ വെച്ച് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഞ്ചസാരൻ്റെ കാര്യങ്ങൾ മറന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് കളർ ഇങ്ങനെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് വിട്ടുന്നതുകൊണ്ട്, കാരണം അങ്ങനെ തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ റൈസിൻസും ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് നന്നായിട്ട് വീണ്ടും തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഗ്രാമ്പൂ അത് ചേർത്ത് കൊടുക്കുകയാണ്, 1 ടീസ്പൂൺ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് മൈദപ്പൊടി മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും അതേപോലെ ബദാമും, നിങ്ങൾ കയ്യിൽ നട്ട്സ് ഏതാണോ അത് ഉപയോഗിക്കാം. അതിങ്ങനെ പൊടിയിൽ ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ ടൂട്ടി ഫ്രൂട്ടിയും റൈസിൻസൊക്കെ വെച്ചിട്ട് ആ സംഭവമില്ല, അത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത്. പിന്നെ നമ്മുടെ ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഉമ്മച്ചിൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഉമ്മച്ചിത് മൈദപ്പൊടി നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഞാൻ ചെയ്താൽ മതി, ബട്ടർ പേപ്പർ ഉള്ളവർ അത് ഉപയോഗിക്കുക. ഇനി നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിൻ്റെ റൈസിൻസിറ്റി മിക്സ് ഇല്ലേ അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുട്ടേൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഗ്രാമ്പു പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇല്ലേ അതും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ കാഷ്യൂനട്ടും ബദാമും മാറ്റി വെച്ചില്ലായിരുന്നോ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക, ലംസ് ഒന്നും ഇല്ലാതെ. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. ബബിൾസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്യൂനട്ടും റൈസിൻസും വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഓവനിൽ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. ഞാൻ ആലോചിച്ച് സാധാരണ കേക്ക് ഉണ്ടാക്കാൻ 20-25 മിനിറ്റ് 160 ഡിഗ്രി സെൽഷ്യസിൽ അങ്ങനെ ഉണ്ടാവാത്തത് എന്താണ് ഇപ്പം ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ഓവൻ ബെല്ലടിച്ചപ്പോൾ പോയി നോക്കിയപ്പോൾ കേക്കിൻ്റെ അവസ്ഥ ഇതാണ്. പിന്നെ പ്ലം കേക്ക് ആയതുകൊണ്ട് കഴിക്കാൻ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചു. അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. കരിഞ്ഞു എന്നുള്ളൊരു ചെറിയ പ്രശ്നമുള്ളൂ. ഇത് ഫ്ലോപ്പ് ആയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ